തരത്തിലുള്ള മാർക്കറ്റുകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ വധുവിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊരു സ്ഥലമുണ്ട്. ബൾഗേറിയയിലെ സ്റ്റാറാ സഗോറയാണ് ആ സ്ഥലം. നമ്മളൊക്കെ പെൺമക്കൾക്ക് പണം അങ്ങോട്ട് നൽകി കെട്ടിച്ചു വിടാറാണ് പതിവ്. എന്നാൽ ഇവിടെ കൂടുതൽ കാശ് തരുന്നവർക്ക് മകളെ വിൽക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. അത് വെറുതെ അങ്ങ് വിൽക്കുകയല്ല, അവളുടെ ജീവിത പങ്കാളിയാണ് അവർ അവിടെ കണ്ടെത്തുന്നത്. ദരിദ്ര കുടുംബങ്ങളിലുള്ളവർ അവരുടെ പെൺമക്കൾക്ക് സാമ്പത്തികമായി ഭേദമുള്ള വിവാഹങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് അവരെയും കൊണ്ട് ഈ മാർക്കറ്റിലെത്തുന്നത്. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ നോമ്പിന്റെ ആദ്യ ശനിയാഴ്ചയാണ് ബൾഗേറിയയിലെ സ്റ്റാറാ സഗോറ പട്ടണത്തിൽ മനോഹരമായ വസ്ത്രം ധരിച്ച് ഒരുങ്ങി വരുന്ന യുവതികളെ കാണാൻ സാധിക്കുക. അവർ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങി വരുന്നു. തങ്ങളുടെ സമ്പത്തിന്റെ അടയാളമായി സ്വർണമാലയും സ്വർണ വാച്ചുമൊക്കെ അണിഞ്ഞാണ് പുരുഷന്മാരിൽ പലരും മാർക്കറ്റിലെത്തുന്നത്. അവിടെ വെച്ച് തങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഒരുവനെ കിട്ടുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എത്തുന്ന ചെറുപ്പക്കാരുമായി മുതിർന്നവർ സംസാരിച്ചാണ് മകളുടെ വിവാഹം ഉറപ്പിക്കുന്നത്. എത്തുന്നവരുടെ ധനസ്ഥിതി അനുസരിച്ച് വധുവിനെ ഇവിടെ നിന്ന് കണ്ടെത്താനാകും. പിന്നെ നല്ല വില നൽകുന്നവർക്ക് വധുവായി മകളെ നൽകുന്നു. കന്യകമാർക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതൽ. വർഷത്തിൽ 2 തവണയാണ് ഈ ബ്രൈഡൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ബൾഗേറിയയിലെ ഏറ്റവും ദരിദ്രരായ വിഭാഗമാണ് കലൈറ്റ് റോമ. പരമ്പരാഗതമായി ചെമ്പ് പണിക്കാരാണ് ഇവരിൽ മിക്കവരും. ചെമ്പുപാത്രങ്ങൾക്ക് ഡിമാൻഡ് കുറവ് വന്നതോടെ പലരും ഫാക്ടറി തൊഴിലാളികളായി മാറി. മോശം സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കരകയറാനുള്ള വഴിയായാണ് പലരും പെൺമക്കളുടെ വിവാഹത്തെ ഇവിടെ കാണുന്നത്. വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് അറിയപ്പെടുന്ന സമുദായമാണ് ഇത്. മാർക്കറ്റ് മേളയിൽ പങ്കെടുക്കാനെത്തുന്ന പുരുഷന്മാർ ഈ യുവതികളിൽ നിന്നും ഇഷ്ടപ്പെട്ടവരെ വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നു. വധുവിനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ആളുകൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ജിപ്സി ബ്രൈഡ് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നു. സമുദായത്തിന്റെ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ മാത്രം തങ്ങളുടെ പെൺമക്കൾ വളർന്നു എന്ന അഭിമാനത്തോടെയാണ് യുവതികളുടെ അമ്മമാർ അവരെ അനുഗമിക്കുക. ഏകദേശം 12-14 നൂറ്റാണ്ടുകളിൽ ബൾഗേറിയയിലേക്കും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറിയ സമൂഹമാണ് ഇവരുടേത്. സാധാരണയായി ഗ്രാമങ്ങളിൽ പരസ്പരം വളരെ അകലെയായിട്ടാണ് ഇവർ താമസിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷാംഗങ്ങളെ കാണാനോ പ്രണയിക്കാനോ അനുവാദവുമില്ല. അതിസുന്ദരികളായ യുവതികൾക്ക് മാർക്കറ്റിൽ വൻ ഡിമാൻഡാണുള്ളതെന്നാണ് ഈ സമുദായത്തെക്കുറിച്ച് പഠിച്ച ഗവേഷകൻ വെൽചോ ക്രോസ്തേവ് പറയുന്നത്. കന്യകമാർക്കും ഡിമാൻഡുണ്ട്. നീലക്കണ്ണുകളും വെളുത്ത നിറവുമുള്ളവർക്ക് അതിലേറെ ആവശ്യക്കാർ. വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീ കന്യകയായിരിക്കണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസം. 18 അതിൽ കൂടുതലോ പ്രായമുള്ളവർ മാത്രമേ ബ്രൈഡൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്താറുള്ളൂ. എന്നാൽ മാതാപിതാക്കൾ പറഞ്ഞുറപ്പിച്ച വരനെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യവും മക്കൾക്കുണ്ട്. ഉത്സവാന്തരീക്ഷത്തിലാണ് ബ്രൈഡൽ ഫെയർ നടത്താറുള്ളത്. മസ്കാര, ആഭരണങ്ങൾ, ഹൈഹീൽ ചെരുപ്പുകൾ എന്നിവ അണിഞ്ഞാണ് യുവതികൾ എത്താറ്. കടും നിറത്തിലുള്ള സ്കേർട്ടുകളാണ് ഇവർ സാധാരണഗതിയിൽ അണിയാറുള്ളത്. ജീൻസും ഷർട്ടുമായിരിക്കും ആൺകുട്ടികളുടെ വേഷം. ചെയിൻ അടക്കമുള്ള ആഭരണങ്ങളും അണിയുന്നു. മാർക്കറ്റിൽ ഇവർ പരസ്പരം നൃത്തം ചെയ്യുകയും ഹസ്തദാനം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് ഇവർ കച്ചവടം പറഞ്ഞുറപ്പിക്കാറുള്ളതും. നേരത്തെ സമൂഹ മാധ്യമങ്ങൾ വഴി ബന്ധപ്പെട്ടവരും ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വിപണി ധാർമ്മികമാണോ എന്ന ചോദ്യം പലതവണ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് കലൈറ്റ്ജികൾ ഉത്തരം നൽകുക. മേള ദിവസം കന്യകകളായ പെൺകുട്ടികളെയാണ് നല്ല വിലയ്ക്ക് വാങ്ങുക. കന്യകകളല്ലാത്ത പെൺകുട്ടികളെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു. പെൺകുട്ടികൾക്ക് കുടുംബത്തോടൊപ്പം മാത്രമേ മേളയിൽ പുരുഷന്മാരെ കാണാൻ അനുവാദമുള്ളൂ. മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും കണ്ടുമുട്ടുന്നത് അംഗീകരിക്കാത്തതിനാൽ തന്നെ പ്രണയവും സാധ്യമല്ല. ഏതായാലും കാലം മാറുന്നതിനനുസരിച്ച് ഇവരുടെ ഇടയിലും മാറ്റമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ ഇന്നത്തെ യുവതി യുവാക്കൾ പരസ്പരം കണ്ടുമുട്ടുന്നു. ഇതെല്ലാം കേട്ട് ഒരു ബൾഗേറിയൻ യുവതിയെ പോയി കല്യാണം കഴിക്കാമെന്ന് കരുതി പോയാൽ അത് നടപ്പില്ല. രാജ്യത്ത് പൗരത്വമുള്ള താമസക്കാർക്ക് മാത്രമേ ബൾഗേറിയക്കാരിയെ വിവാഹം ചെയ്യാനാകൂ. ബൾഗേറിയൻ ഫാമിലി കോഡിൽ ഇവ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. നാടോടി വിഭാഗത്തിൽപ്പെടുന്ന കലൈറ്റ്ജികൾക്ക് ഒരു ഇന്ത്യൻ ബന്ധവുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നിന്ന് കിഴക്കൻ യൂറോപ്പിലേക്ക് കുടിയേറിയവരാണ് ഇവരുടെ പൂർവികർ. റൊമാനിയ, ബൾഗേറിയ എന്നിവിടങ്ങളിലേക്കായിരുന്നു പ്രധാന കുടിയേറ്റം. യൂറോപ്യൻ യൂണിയൻ അതിർത്തികൾ തുറന്നതോടെ പിന്നീട് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിച്ചു. മധ്യേഷ്യയിലും ഇവരുടെ സാന്നിധ്യമുണ്ട്.
If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.